ക്യാമ്പസ് ടാലന്റ്, യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ഇപ്പോൾ കേൾക്കാം ക്യാമ്പസ് ടാലന്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ഇന്ന് ക്യാമ്പസ് ടാലന്റിൽ കേൾക്കാം ഫസ്റ്റ് ഇയർ MA ഇംഗ്ലീഷ് വിദ്യാർത്ഥി അപർണ MS-ന്റെ വിശേഷങ്ങൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ CU. ഇനി കേട്ടുകേട്ടറിയാം. നമസ്കാരം, ക്യാമ്പസ് ടാലൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാമ്പസ് ടാലൻസിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് പുതിയൊരു എഴുത്തുകാരിയെയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അപർണ MS, ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് വിദ്യാർത്ഥി. പുള്ളിക്കാരി പുതിയതായി 2 ദിവസം മുമ്പ് ഒരു ബുക്ക് ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ കവിതാ സമാഹാരമായ പോമിഗ്രാനൈറ്റ് സീഡ്സ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിനായി ഇന്ന് ചർച്ചയ്ക്ക് എന്നോടൊപ്പമുള്ളത് അപർണ MS, ഫസ്റ്റ് ഇയർ MA ഇംഗ്ലീഷ് വിദ്യാർത്ഥി, അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സ് ആയ ഇഷ മെഹജ്ബീൻവിയും അലൻ കബീറും, ഒപ്പം കുര്യൻ അലോക് ജോൺസ്, ഫസ്റ്റ് ഇയർ MSc മാത്സ്, അതോടൊപ്പം തന്നെ ഞാനും ക്രിസ്റ്റീന കെ ഷാജി, ഫസ്റ്റ് ഇയർ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻറ്റുമാണ്. ഹായ് അപർണ. ഹലോ. ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? പുള്ളിക്കാരിയുടെ പിന്നെ ഓഡിയൻസിന് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് 8ാമത്തെ ബുക്കായിരുന്നു. സോ ഹൗ ഹാസ് ദ ജേർണി ബീൻ സോ ഫാർ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇറ്റ്സ് ബിൻ ക്വൈറ്റ് സംതിങ് ഓണസ്റ്റ്ലി. ഇപ്പോൾ 8ാമത്തെ ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ വിശ്വാസമൊന്നും വരുന്നില്ല. പക്ഷേ നന്നായിട്ടുണ്ട്. സോ അപർണ, ഇതിനു മുമ്പ് ഏതൊക്കെ ബുക്സാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? എൻ്റെ ആദ്യത്തെ 3 ബുക്സിൻ്റെ റിലീസ് ഒരുമിച്ചായിരുന്നു. അതിനകത്തെ ആദ്യത്തേത് ഒരു കളക്ഷൻ ഓഫ് തോട്ട്സും ഒരു കളക്ഷൻ ഓഫ് പോയംസും ഒരു കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസും ആയിരുന്നു. അതിനകത്ത് കളക്ഷൻ ഓഫ് തോട്ട്സിൻ്റെ പേര് വരുന്നത് എസ്തീറ്റ്സ് എന്നും, കളക്ഷൻ ഓഫ് പോയട്രിയുടെ പേര് വരുന്നത് ലാർക്ക് എന്നും, കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസിൻ്റെ പേര് വരുന്നത് ഓട്ടം എന്നുമായിരുന്നു. പിന്നെ അതിനുശേഷം ഐ റിലീസ്ഡ് എ ഫ്യൂ മോർ പോയട്രി ബുക്സ്. അതിനകത്ത് ഒരെണ്ണം ദ മോൺസ്റ്റേഴ്സ് ദാറ്റ് മേക്കേഴ്സ് എന്നായിരുന്നു അതിൻ്റെ പേര്. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്തതുണ്ടായിരുന്നത് വാസ് ബിഫോർ സ്പ്രിംഗ്. അത് കഴിഞ്ഞാൽ ബിനീത് ദ ബൊഗെയിൻവില്ല. ഇത് 3ഉം അടുത്തത് വീണ്ടും പോയട്രി കളക്ഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇയനോളം എന്ന് പറഞ്ഞൊരു നോവൽ ഞാൻ റിലീസ് ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ ഈ ലാസ്റ്റ് ജൂലൈ ആയിരുന്നു എന്ന് തോന്നുന്നു ഇറങ്ങിയത്, 2024. അതിനുശേഷം പിന്നെ ഇപ്പോൾ അടുത്തത് ഇറങ്ങിയിരിക്കുന്നത് ഈ പോംഗ്രനേറ്റ് സീഡ്സ് ആണ്. ഇത് വീണ്ടും ഒരു പോയട്രി കളക്ഷനാണ്. സോ അപർണ, ഇറ്റ് ഹാസ് ബീൻ ക്വൈറ്റ് എ എക്സൈറ്റിംഗ് റൈറ്റിംഗ് ജേർണി ടു യു, റൈറ്റ്? കാരണം ഇത്രയ്ക്കൊക്കെ ഒരു ചെറിയ പ്രായത്തിൽ അച്ചീവ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് നിയർലി ഇമ്പോസിബിൾ. സോ വാട്ട് ഹാസ് ബീൻ ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് യുവർ റൈറ്റിംഗ്? ഇൻസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത് പറയാനായിട്ട് പണ്ട് മുതലേ എഴുതാൻ എനിക്ക് താല്പര്യമായിരുന്നു. പണ്ട് മുതലേ ചെറുതായിരിക്കുമ്പോഴേ മറ്റേ ഉറങ്ങാനും കഴിക്കാനും എല്ലാത്തിനും ഇങ്ങനെ അച്ഛനമ്മയും അമ്മമ്മേനെ അപ്പൂപ്പനെ എല്ലാവരും കൊണ്ടിങ്ങനെ കഥ പറയിപ്പിക്കും. ബേസിക്കലി എനിക്ക് സ്റ്റോറീസും ലിറ്ററേച്ചറും പണ്ട് ചെറുതായിരുന്നപ്പോൾ മുതലേ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് പണ്ട് മുതലേ എഴുതാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെ നന്നായിട്ട് എഴുതുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, എന്തേലുമൊക്കെ എഴുതുമായിരുന്നു പണ്ട് മുതലേ. പിന്നെ ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാരാണേലും ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ കൂടെ എൻ്റെ ബാച്ച്മേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരാളിങ്ങനെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തപ്പോൾ വീട്ടുകാരിങ്ങനെ അന്വേഷിച്ചു, നീ എഴുതാറില്ലേ, അപ്പോൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നിങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ ഐ തിങ്ക് ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഐ ലൈക്ക് റൈറ്റിംഗ് ബിക്കോസ് എനിക്ക് ഒരു കാര്യം, ഒരു സൊസൈറ്റിയിൽ എന്തെങ്കിലും കാര്യം നടക്കുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊരു കമൻട്രി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് ഐ ക്യാൻ ബ്രിങ് അബൌട്ട് എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ചേഞ്ച്, ലൈക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ഞാൻ കാരണം ഈ സൊസൈറ്റിക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കെപ്പോഴും തോന്നുന്നത് എൻ്റെ ഒരു സോഴ്സ് അത് ചെയ്യാനായിട്ട് എപ്പോഴും റൈറ്റിംഗ് ആണ്. ലൈക്ക് എനിക്ക് വേറൊന്നും ഞാൻ ഒരുപാട് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ റൈറ്റിങ്ങിലൂടെയാണ് ഞാൻ എന്തെങ്കിലും ഒരു ചേഞ്ച് എന്നെക്കൊണ്ട് കൊണ്ടുവരാൻ പറ്റട്ടെ എന്നുള്ള രീതിയിൽ നോക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ വീട്ടുകാരായാലും നല്ല സപ്പോർട്ടീവാണ്, ഫ്രണ്ട്സ് ആണെങ്കിലും നല്ല സപ്പോർട്ടീവാണ്. ആൻഡ് ബേസിക്കലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് സപ്പോർട്ടൊരു വലിയ ഫാക്ടർ തന്നെയാണല്ലോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അതിലൊന്ന് പെർസ്യൂ ചെയ്യാൻ പറ്റിയത് തന്നെ. അപർണ ചെറുപ്പത്തിൽ മുത്തശ്ശിയുടെ കഥകളും അതുപോലെ തന്നെ ഫാമിലി ഇൻഫ്ലുവൻസും നന്നായി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഫാമിലിയെ പറ്റി? ഫാമിലി, എൻ്റെ വീട്ടിൽ ഇപ്പോൾ അമ്മ, അച്ഛൻ, അമ്മച്ചി, അതായത് അമ്മയുടെ അമ്മ, പിന്നെ അനിയത്തിയാണുള്ളത്. അനിയത്തി ഇപ്പോൾ 11th സ്റ്റാൻഡേർഡിലാണ്. അമ്മച്ചി റിട്ടയർഡ് നേഴ്സാണ്. അച്ഛൻ സർവേയറാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അമ്മ ഹയർ സെക്കൻഡറിയിൽ ഇംഗ്ലീഷ് ടീച്ചറാണ്. അതുപോലെ തന്നെ ഞാൻ വലിയ ലിറ്റററി ക്രിട്ടിക്കൊന്നുമല്ല, അതുപോലെ തന്നെ ഒരുപാട് പോയംസ് വായിച്ചിട്ടുള്ളൊരു ശീലവും ഇല്ല. എന്നാലും ചില സമയങ്ങളിൽ നമ്മൾ ചിലവരുടെ വർക്ക്സൊക്കെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ പോയംസ് ഒരു ഹൊറർ ഫീൽ നമുക്ക് തോന്നും. അതേസമയം ചില പോയട്രീസൊക്കെ ഒരു കഥ പറയണ വേർഷനിലാവും, നരേഷനിലാവും. പക്ഷേ ഇത് പിന്നിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അപർണയുടെ ബൈ ദ വേ ഐ ഹാവ് റെഡ് ഹർ പോയം, ആൻഡ് അതിൽ ചില പോയംസൊക്കെ എമാൻസിപ്പേഷനാണ്. അതേപോലെ ചില പോയംസിൽ വേർഡ്സൊക്കെ എനിക്ക് വായിച്ച് നോക്കിയപ്പോൾ ഒരു ഫ്രീ
സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ്. യു ആർ നോട്ട് ഷൈയിങ് അവേ ഫ്രം ദ വേർഡ്സ് യു ആർ സപ്പോസ് ടു റൈറ്റ്. പ്ലസ് ഐ നോ ഇറ്റ്സ് നോട്ട് റെലവൻറ്റ് ഔട്ട് ഹിയർ. പക്ഷേ ഞങ്ങൾ ഹോസ്റ്റലിലൊക്കെ വി ആർ ഹോസ്റ്റൽ മേറ്റ്സ് ബൈ ദ വേ, ആൻഡ് വി ഹാഡ് സോ മച്ച് ലേറ്റ് നൈറ്റ് ടോക്സ്. ആൻഡ് ഇതിലൊക്കെ അപർണയുടെ പോയംസ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുപോലെ തന്നെ യു ടോൾഡ് സംതിങ് ലൈക്ക് മോസ്റ്റ്ലി ഒരു ട്രോമ സിറ്റുവേഷൻ അല്ലെങ്കിൽ വെൻ യു ആർ സാഡ് യു ഗെറ്റ് ദാറ്റ് ഫ്രീ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. ആൻഡ് സാധാരണ ആൾക്കാർ ചിലപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് ഞാനിത് കൂടുതലും കണ്ടിരിക്കുന്നത്. ആൻഡ് വാട്ട് ഇസ് ദിസ് സിറ്റുവേഷൻ? ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് നെസസറിലി അബൌട്ട് എന്താ വിഷമമാവുന്നതിനെ കുറിച്ചിട്ടൊന്നല്ല. ഐ തിങ്ക് ഏതൊരു ഇമോഷൻ ആയാലും കുറച്ച് ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ എനിക്കെപ്പോഴും ഒരു റിലീസായിട്ട് എനിക്കെപ്പോഴും പറ്റുന്ന ഒരു കഥാർസിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ വരുന്നത് എനിക്ക് എഴുതുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം എന്നല്ല, എനിക്കൊന്ന് ഐ ഫീൽ റൈറ്റ് വെൻ ഐ ഡു ദാറ്റ്. അപ്പോൾ ഇപ്പോൾ ഒരു ആംഗ്രി ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്, ആൻഡ് ഡസൻ ഹാവ് ടു ബി എ പേഴ്സൺ. ഞാൻ ഒരാളോട് ദേഷ്യപ്പെടുത്തിയിരിക്കുന്നൊരു കാര്യമല്ല പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു സോഷ്യൽ ഒരു ഇഷ്യൂ വരുന്നു, നമുക്കതിനെ ഇപ്പോൾ എനിക്ക് എൻ്റെ സിറ്റുവേഷനിൽ നിന്ന് ആസ് എ സ്റ്റുഡൻറ്റ് ലൈക്ക് വാട്ട് ക്യാൻ ഐ ഡു എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒരേ ഒരു ഔട്ട്ലെറ്റ് ഈ റൈറ്റിംഗ് വഴിയായിരിക്കും. ആൻഡ് ഇപ്പോൾ അത് ഒരുപാട് റീച്ച് വരുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ചേഞ്ചെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പറ്റട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാറ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം അതിപ്പോൾ സങ്കടത്തിലായാലും സന്തോഷത്തിലായാലും ദേഷ്യത്തിലായാലും എന്ത് രീതിയിലായാലും എഴുതുമ്പോഴാണ് എനിക്കതിൻ്റെ ഒരു ഇറ്റ് ഫീൽസ് റൈറ്റ് ബേസിക്കലി. സോ കമ്മിങ് ബാക്ക് ടു യുവർ വർക്ക് പോമഗ്രാനൈറ്റ് സീഡ്സ്, ഇതിൽ ഞാൻ കൂടുതലും റിപ്പീറ്റായിട്ട് കണ്ടൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലുമുള്ള ഒരു പോയംസിൽ ദ കളർ ഓഫ് റെഡ് ഓർ ബ്ലഡ് ഈസ് സോ എവിഡൻറ്റ് ഇൻ യുവർ പോയട്രീസ്, ദ പോയട്രി കളക്ഷൻ ദാറ്റ് യു ഹാവ് ജസ്റ്റ് പബ്ലിഷ്ഡ്. സോ വാട്ട് വർ യു ലൈക്ക്, what was the idea in your mind that you are trying to communicate with the readers? ഐ തിങ്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഐ തിങ്ക് ഐ വാസ് ട്രൈയിങ് നോട്ട് ടു ഷൈ അവേ ഫ്രം എ ലോട്ട് ഓഫ് തിങ്സ്. എന്ന് വെച്ചാൽ എന്ത് വന്നാലും അത് അതുപോലെ എഴുതുക, ലൈക്ക് അങ്ങനെ റോ ആയിട്ട് തന്നെ വരട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തതാണ്. പിന്നെ ഐ തിങ്ക് ബ്ലഡിൻ്റെ ഒരു സിംബോളിസം എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഞാൻ എഴുതിയിരിക്കുന്ന ലൈക്ക് യൂഷ്വലി ഞാൻ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചിട്ട് ഇത്രയും ഇതിന് എഴുതിയിട്ടില്ല എന്നല്ല, പക്ഷേ ഇതിന് മുന്നത്തെ പോയംസിൽ അത്രത്തോളം ഈ പോയട്രി കളക്ഷനകത്ത് വന്നതിൻ്റെ അത്ര എഴുതിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അത് കാസ്റ്റ് ബേസ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ ലൈക്ക് ഇപ്പോൾ ക്വയർ റൈറ്റ്സ് ബേസ് ചെയ്തിട്ടാവാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ അഗെയിൻ ദിസ് ബ്ലഡ് എന്നുള്ളൊരു കാര്യം ഒരു കോമൺ ഫാക്ടറായിട്ട് നമ്മൾ പറയുമല്ലോ. പക്ഷേ ചോര എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ, ചോര എല്ലാവർക്കും ചുമപ്പ് തന്നെയല്ലേ, ആ ഒരു രീതിയിലുള്ള ഒരു സംഭവം കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ തന്നെ അഗൈൻ എൻ്റെ ഒരു സാർ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എഴുതിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലല്ല, എഴുതിക്കഴിഞ്ഞാൽ അത് റീഡർ എങ്ങനെ എടുക്കുന്നു അതുപോലെ ഇരിക്കും. അപ്പോൾ ചിലപ്പോൾ ഞാനിത് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഇത് ക്രിസ്റ്റീന എന്നോട് ചോദിച്ചപ്പോഴായിരിക്കും ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് ചിന്തിച്ചാൽ ചിലപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയ ആൻസറും ആവാമല്ലോ ഇത്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എഴുതി കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഞാൻ തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല. ദ റീഡർ ഹൗ എവർ ദേ വോണ്ട് ടു സീ ഇറ്റ് ദേ വുഡ് ഡിസൈഡ് ഇറ്റ്. ആൻഡ് മേ ബി ദ ബ്ലഡ് എന്നുള്ളൊരു ഫാക്ടർ ലൈക്ക് അത്രയും മേ ബി വേറെയും റിപ്പീറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം മേ ബി വാട്ട് യു ഫൗണ്ട് അത്രയും കുറച്ചുകൂടി അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിട്ട് ബ്ലഡായിട്ടായിരിക്കും തോന്നിയത്. സോ അതുകൊണ്ട് റീഡറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്നുള്ളൊരു ഭാഗവും അവിടെ വലിയൊരു ഫാക്ടർ പ്ലേ ചെയ്യുന്നതുകൊണ്ട് തന്നെ സോ ദാറ്റ്സ് ഓൾ ഐ ക്യാൻ സേ അബൌട്ട് അതിനകത്ത് എങ്ങനെ എന്താ വന്നതെന്ന്. ഇപ്പം നോർമലി നമ്മൾ ഈ ബുക്കിൻ്റെ പേരെന്ന് നോക്കുമ്പോൾ പോമഗ്രാനൈറ്റ് സീഡ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിക് പേരാണ്. മീൻസ് നമ്മൾ ഇങ്ങനത്തെ പേര് കേൾക്കാത്ത ഒരു പേരാണ്. അപ്പോൾ ഇങ്ങനത്തെ പേര് കിട്ടാനുള്ള ഐഡിയ എവിടെ നിന്നാണ് വന്നതെന്നുള്ള ചോദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്. ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സ് പലവരോട് ഞാൻ ആദ്യം ഈ പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപേ ഈ പേര് പോമഗ്രാനൈറ്റ് സീഡ്സ് എന്ന് വെക്കാൻ പോയപ്പോൾ വളരെയധികം എന്നെ ഡിസ്കറേജ് ചെയ്തതാണ് പേര് വെക്കാനായിട്ട്. പക്ഷേ ഐ റിയലി ലൈക്ക് ദി നെയിം ബിക്കോസ് ഐ തിങ്ക് അതിനുള്ളിലെ പോയംസിനെ ഭയങ്കരമായിട്ട് സിമ്പിളൈസ് ചെയ്യുന്ന ഒരു സംഭവമാണെന്നുള്ള രീതി തന്നെയാണ് ഞാനത് വെച്ചത്. അതിന് ഒന്ന് രണ്ട് റീസൺസ് ഉണ്ട്. ഫോർ വൺ തിങ് ഒരു ഗ്രീക്ക് മിത്തോളജിയുടെ ഒരു റിഫറൻസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് പെർസിഫോണിയുടെ കഥ വരുമ്പോഴത്തേക്കും അതിനകത്ത് ഈ പോമഗ്രാനൈറ്റ് എന്നുള്ളൊരു ഫ്രൂട്ടിന് നല്ലൊരു ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി റിഫറൻസ് കൂടി വെച്ചിട്ടാണ് ഞാനത് വെക്കാൻ ഉദ്ദേശിച്ചത്. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് മാത്രമല്ല, എൻ്റെ വേറൊരു ഫ്രണ്ട് ഒരു ഇൻ്റർപ്രിട്ടേഷൻ പറഞ്ഞിരുന്നു ആൻഡ് ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ഇങ്ങനെ ഓരോരുത്തർ അവരവരുടെ ഇൻ്റർപ്രിട്ടേഷൻ പറയുമ്പോഴത്തേക്കും എന്താ ലൈക്ക് ഞാനിപ്പോൾ എഴുതിയതായിരിക്കില്ലല്ലോ ഒരു റീഡർ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഈ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു ഇൻ്റർപ്രിട്ടേഷൻ ആണ് ഐ തിങ്ക് ഇറ്റ് മേക്ക് സെൻസ് എ ലോട്ട്. എന്ന് വെച്ചാൽ ഈ പോംഗ്രാനൈറ്റ് എന്നുള്ള ഫ്രൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് വെരി ഹാർഡ് ടു പീൽ ഇറ്റ്. എ ലോട്ട് ഓഫ് പീപ്പിൾ ആക്ച്വലി എന്താ പറയുക, ഇത് കഴിക്കാൻ തന്നെ മടിക്കുന്നത് ഇസ് ബിക്കോസ് അതിനെ തുറക്കാൻ നല്ല ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യമാണ്. പക്ഷെ എന്നാൽ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ ഇൻഡിവിജ്വൽ സീഡ്സും അതിൻ്റെ ഒരു ഡിഫറൻസ് ഉള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഈ പോയംസ് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ദേ ആർ ഓൾ വെരി ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. എന്നോട് പലരും ചോദിക്കാറുണ്ട് ഒരു പോയട്രി കളക്ഷൻ എഴുതുമ്പോൾ അതിനുള്ളിലെ തീം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ എനിക്കൊരിക്കലും ഒരു സിംഗുലർ തീം പറയാനില്ല, ബിക്കോസ് ഞാനൊരു സിംഗുലർ ഫാക്ടർ മാത്രം വെച്ചിട്ടല്ല സാധാരണ എഴുതാറ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഓരോ പോയംസും ആർ വെരി ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. ഇപ്പോൾ കോമൺ കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ജനറലി ഈച്ച് പോയം
അതിന് അതിൻ്റേതായ തീമും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാസ്റ്റിസത്തിന് അഗൻസ്റ്റ് ആയാലും അല്ലെങ്കിൽ ജെൻഡർ ഇനിക്വാലിറ്റിക്ക് അഗൻസ്റ്റ് ആയാലും ക്വിയർ റൈറ്റ്സിന് വേണ്ടിയിട്ടായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അകത്തുണ്ട്. അപ്പോൾ അതുപോലെ ഈ പോമഗ്രനേറ്റ് സീഡ്സ് പോലെ തന്നെ പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ എന്താ ഐ മീൻ ഒരു പോമഗ്രനേറ്റിൻ്റെ എക്സ്റ്റീരിയർ പോലെ ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഐ റിയലി ഹോപ്പ് ദാറ്റ് എന്താ പറയുക ആർക്കും ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ തന്നെ വായിക്കാൻ പറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ പോയമുകളിൽ ചില വേർഡ്സ് ഞാൻ പറഞ്ഞില്ലേ, ചില ഇമേജറി പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ചില വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പും ഭയങ്കര ബോൾഡ് ബോംബാസ്റ്റിക് ഇമേജറിയും ഇത് ചെയ്യുന്നുണ്ട്. അതിന് ഒരു വേർഡ് എന്ന് ഞാൻ കണ്ടു വായിച്ചത് ഫ്ലവറി സെൻസ് എന്നാണ്. ആ പോയത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ആ ഫ്ലവറി സെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. ഫ്ലവറി സെൻഡ് എന്നുള്ളൊരു കറക്റ്റ് ഒരു ഫ്രേസ് അവിടെ യൂസ് ചെയ്യുന്നത് കൈൻഡ് ഓഫ് ഒരു ഓപ്പോസിറ്റ് മീനിങ് കൊണോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. പിന്നെ അതുപോലെ ഈ ഇപ്പം എവറിത്തിങ് ഈസ് കമോഡിഫൈഡ് അറ്റ് ദിസ് പോയിൻറ്റ് ആൻഡ് എന്താ ഫ്ലവർ എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ അറ്റ് ദിസ് പോയിൻറ്റ് ഇറ്റ് ഈസ് എ ലക്ഷറി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു പ്രിവിലേജ്ഡ് പൊസിഷനിൽ നിന്നൊരാൾ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് ഏകദേശം അതിൻ്റെ ഒരു മീനിങ്. അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഒബ്വിയസ്ലി പീപ്പിൾ ക്യാൻ റീഡ് ഇറ്റ് ദ വേ ദേ വോണ്ട്. അങ്ങനെ. ഹലോ അപർണ. അപർണയുടെ മുൻ പോയട്രി കളക്ഷൻസ് നോക്കുന്ന സമയത്ത് ദ മോൺസ്റ്റേഴ്സ് ദാറ്റ് മേക്കേഴ്സ് ബിഫോർ സ്പ്രിങ്, ബെനീത്ത് ദ ബൊഗൈൻവിൽ, ഇതിലൊക്കെ പോംസ് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടാണ് നമുക്ക് കാണുന്നത്. എന്നാൽ പോമഗ്രാനേറ്റ് സീഡ്സിലേക്ക് വരുമ്പോൾ പോംസ് കുറച്ചുകൂടെ ഷോർട്ടാണ്, കമ്പോസ്ഡ് ആണ്, കൺട്രോൾഡ് ആണ്. ആസ് എ റൈറ്റർ ഈ ഒരു എവല്യൂഷനെ എങ്ങനെ നോക്കിക്കാണുന്നു? പോയംസിൻ്റെ ഇവല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചേഞ്ചസ് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അത് പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ കാര്യം ചെയ്യുമ്പോഴത്തേക്കും വിത്ത് ടൈം ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ആസ് എ പേഴ്സൺ ആണെങ്കിൽ പോലും വി വിൽ കീപ് ചേഞ്ചിങ്, റൈറ്റ്? വി കീപ് ഇവോൾവിങ്. അത് എപ്പോഴും ഉള്ളൊരു കാര്യമാണല്ലോ. അതുപോലെ വന്നതാണ് ഈ പോയട്രിയുടെ കാര്യത്തിലാണെങ്കിലും. പക്ഷെ ഞാനങ്ങനെ മനഃപൂർവ്വം ലെങ്ത്ത് കുറയ്ക്കണം എന്നുദ്ദേശിച്ചിട്ട് കുറയ്ക്കാൻ ശ്രമിച്ചതല്ല. ഐ വാസ് ട്രൈയിങ് പുതിയതായിട്ട് ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ യൂഷ്വലി ഇതിന് മുന്നേ എഴുതിയിരുന്നത് ഫ്രീ വേഴ്സ് ആണ് കൂടുതൽ എഴുതാറ്. എന്നാൽ പോലും ഇത്രയും പങ്ക്ച്വേഷനും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുള്ളത് ഇപ്രാവശ്യമാണ്. കുറച്ചുകൂടി ഒരു പോസ്റ്റ് മോഡേൺ ടച്ച് കൊണ്ടുവരാനാണ് ഇപ്രാവശ്യം ശ്രമിച്ചത്. അത് അങ്ങനെ അല്ലാണ്ട് വേറെ ഒരു കറക്റ്റ് അങ്ങനെ ഒരു ലെങ്ത്ത് കുറയ്ക്കണം എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഒബ്വിയസ്ലി ഐ ട്രൈ ടു ഇംപ്രൂവ്. ഓരോ പ്രാവശ്യം എഴുതുമ്പോഴത്തേക്കും നേരത്തേക്കാളും ഇമ്പ്രൂവ് ആവണമെന്ന് ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് എൻ്റെ കയ്യിലല്ലല്ലോ, അത് റീഡേഴ്സ് അല്ലേ പറയേണ്ടത് ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ അല്ലയോ എന്ന്. അപർണയുടെ പോയട്രി കളക്ഷൻ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, കുറേയധികം ലൈക്ക് ഒരു റൊമാൻറ്റിക് ടൈപ്പ് ഓഫ് പോയംസ് ഉണ്ട്. പക്ഷെ ഒരിക്കലും അത് റൊമാൻറ്റിക് എന്ന് പറയാൻ പറ്റില്ല. ഒരു ഒബ്സസീവ് ടൈപ്പ് ഓഫ് ലവ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി എംപ്റ്റി വിൻഡോ, ബാംഗിൾ ഓൺ മൈ റിസ്റ്റ്. ഇപ്പം ഞാൻ ചില വാക്കുകൾ എടുത്ത് പറയുകയാണെങ്കിൽ, യു കിൽ മീ ബിഫോർ യു നോ ഇറ്റ്, ഐ വിൽ സിറ്റ് ഇൻ യുവർ പാം ക്രഷ്ഡ് ബൈ വെയ്റ്റ് ഓഫ് യുവർ ലവ്. അതുപോലെ തന്നെ യു ട്രീറ്റ് മീ ലൈക്ക് എ ഡോഗ് ബട്ട് ഐ കം ബാക്ക് ടു യു ദ മൂമെൻറ്റ് ഐ ഹിയർ യുവർ ത്രോട്ട്. അങ്ങനെ കുറേ അധികം വേർഡ്സ് ഈ ഒരു പോയം കളക്ഷനിൽ കാണാൻ വേണ്ടി പറ്റും. വാസ് ഇറ്റ് ഇൻഫ്ലുവൻസ് എ ബിറ്റ് ഓഫ് യുവർ പേഴ്സണൽ ലൈഫ് ഓർ ഈസ് ഇറ്റ് ഓൺ ദ സൊസൈറ്റി ദാറ്റ്സ് ഹാപ്പനിങ്? ഓക്കെ, സോ പേഴ്സണൽ ലൈഫിനെ ഇതിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഐ തിങ്ക് എവറിത്തിങ് യു റൈറ്റ് ഈസ് ബേസിക്കലി കൈൻഡ് ഓഫ് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ എഴുതുന്നതെല്ലാം. അപ്പോൾ എനിക്ക് ഐ എം നോട്ട് സേയിങ് അതുപോലൊരു എക്സ്പീരിയൻസ് അതുപോലെ ഉണ്ടായിട്ട് അതുപോലെ എഴുതി വെച്ചു, അങ്ങനെയല്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് ഒന്നെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്ത് ഞാൻ കണ്ടുവന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇൻസ്പയർഡ് ആയതാവാം, അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ലൈക്ക് അതിപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടായാലും ഉണ്ടാകുന്നൊരു കാര്യം വെച്ചിട്ട് ബേസ് ചെയ്ത് വരുന്നൊരു കാര്യമാവാം. അപ്പോൾ അങ്ങനെ ഡെഫിനറ്റ്ലി ലൈക്ക് യു ഗെറ്റ് ഇൻസ്പയർഡ് ബൈ വാട്ട് എവർ യു സീ അറൗണ്ട് യു. ആ ഒരു കാര്യം ഡെഫിനറ്റ്ലി അവിടെ വന്നിട്ടുണ്ട്. അതിപ്പോൾ ആർട്ടിൻ്റെ ഒരു നേച്ചർ തന്നെ. ഇപ്പോൾ ഈ പറഞ്ഞല്ലോ ഈ ഡോഗ്, ആ ഒരു ലൈൻ പറഞ്ഞല്ലോ, ആ ഒരു ലൈൻ തന്നെ പറയുമ്പോൾ അതിനകത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ഇൻ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം, ഐ തിങ്ക്, ഐ എം നോട്ട് ഷുവർ. പക്ഷേ അതിനകത്ത് ഷേക്സ്പിയറിൻ്റെ ആ ഒരു പ്ലേക്കകത്ത് വരുന്ന ഇതേപോലത്തെ ഒരു ഡയലോഗുണ്ട്. അതിനകത്ത് ഏത് ക്യാരക്ടറാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആളിങ്ങനെ പറയുന്നുണ്ട് ഇതുപോലെ ലൈക്ക് നിങ്ങൾക്ക് എന്നെ എത്ര ഇഷ്ടമല്ലെങ്കിലും ഞാൻ നിങ്ങളുടെ പുറകെ ഒരു പട്ടിയെ പോലെ ഞാൻ വരും എന്നുള്ളൊരു കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു നേച്ചർ ഓഫ് ലൈക്ക് ഈ ഒരു ലവ് എന്നാണേലും അതിനകത്തൊരു ഒബ്സസീവ് കമ്പണൻറ്റ് ഡെഫിനറ്റ്ലി ലൈക്ക് എല്ലാ റിലേഷൻഷിപ്പിലും എപ്പോഴും ഉണ്ടെന്നല്ല, പക്ഷേ ലൈക്ക് ഇറ്റ് ഹാപ്പൻസ് ഇൻ എ ലോട്ട് ഓഫ് റിലേഷൻഷിപ്സ്. ആൻഡ് ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ സൊസൈറ്റിയുടെ ഒരു കാര്യം വെച്ചിട്ടാണോ പറയുന്നതാവാം, അല്ലാതാവാം. സോ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഓൺ ബോത്ത് ലെവൽസ് റിയലി. ലൈക്ക് ഇത് ജസ്റ്റ് ഒരു സാധാരണ ഒരു ലവ് പോയമായിട്ട് വായിച്ചു പോവുകയാണെങ്കിൽ യെസ് യു ക്യാൻ തിങ്ക് അബൌട്ട് സംബഡി യു ആർ റിയലി ഒബ്സെസ്ഡ് വിത്ത് ബട്ട് ദിസ് പേഴ്സൺ ഇസ് റിയലി ഹേർട്ടിങ് യു. ആ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി അല്ല നിങ്ങൾക്ക് ഒരു സൊസൈറ്റി ലെവൽ എടുക്കുകയാണെങ്കിൽ യു ക്യാൻ ഓൾസോ ടേക്ക് ഇറ്റ് ടു ദ ലെവൽ ഓഫ് ലൈക്ക് ഒരു അബ്യൂസിൻ്റെ കാര്യം പറയുന്ന പോലെ. കാരണം എത്ര കൊണ്ടാലും ഇനി വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ എന്തെങ്കിലും പറയില്ല, അതെന്തിനാ അങ്ങനെ ഒരു ഡിവോഴ്സ് ആയ അവിടെ എന്നൊരു കേസ് വരുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ എന്ത് വന്നാലും പിടിച്ച് നിൽക്കും എന്നുള്ള രീതിയിലേക്ക്, അത് കുഴപ്പമില്ല, മരിച്ചിട്ടായാലും കുഴപ്പമില്ല, പിടിച്ച് നിൽക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന
ഒരു കേസ് ആ രീതിയിലും വായിക്കാം. ആൻഡ് ആസ് ഐ സെഡ് ബിഫോർ, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇൻ്റർപ്രിട്ടേഷൻ ആണല്ലോ എല്ലാം. അല്ലാതെ ഇങ്ങനെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളായിട്ടും ഇൻസ്പയർഡ് ആണ് ഡെഫിനറ്റ്ലി. പക്ഷെ അങ്ങനെ ഡയറക്റ്റ്ലി ഒരു ഇവൻ്റ് നിന്നാണെന്ന് ഞാൻ പറയില്ല. വളരെ പ്രശസ്തനായ അമേരിക്കൻ എഴുത്തുകാരനും പ്രൊഫസറുമായിരുന്നു ഇസാക്ക് അസിമോവ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാര്യ വായിച്ചു കൊടുത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ കൃതികളായിരുന്നു. അപ്പോൾ അപർണയ്ക്ക് സ്വന്തം വർക്ക്സ് റീവിസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു അപ്രോച്ച് എന്താണ്? അല്ലെങ്കിൽ സ്വന്തം വർക്കുകൾ വീണ്ടും വായിക്കാറുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സ്വന്തം വർക്ക്സ് റീവിസിറ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ റീവിസിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും എനിക്കങ്ങനെ ഇതുപോലെ എൻ്റെ കാര്യം ആരെങ്കിലും അങ്ങനെ വായിച്ചു തരിക അത്രയൊന്നും എനിക്കറിയില്ല. ഞാനങ്ങനെ ഒരുപാട് റീവിസിറ്റ് ചെയ്യാറില്ല ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ ജസ്റ്റ് ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും വരുമ്പോൾ നോക്കിയാലേ ഉള്ളൂ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ബിക്കോസ് നമ്മളൊരു സാധനം എഴുതുമ്പോഴും പിന്നെ അതിനെ പബ്ലിഷ് ചെയ്ത് വരുമ്പോഴൊക്കെ ഒരുപാട് ടൈം ഡിഫറൻസ് ഉണ്ടാവുമല്ലോ ഇത് തമ്മിൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ എഡിറ്റിംഗ് സ്റ്റേജസ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഫൈനൽ പബ്ലിഷിംഗ് നടക്കുന്നത്. അപ്പോൾ ഞാനൊരു 6 മാസമോ അല്ലെങ്കിൽ 1 വർഷം മുന്നെയോ അല്ലെങ്കിൽ അതിനേക്കാളും കാലം മുന്നേ എഴുതിയൊരു കാര്യം പിന്നീട് ഞാൻ വായിക്കുമ്പോഴത്തേക്കും റിലേറ്റബിൾ ആവില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും അന്ന് ഞാൻ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് തമ്മിൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടാവും, നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബട്ട് അറ്റ് ദ സെയിം ടൈം റീവിസിറ്റ് ചെയ്യരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബിക്കോസ് ദ തിങ് ഈസ് അന്ന് ഞാൻ അപ്പോൾ അങ്ങനെ എഴുതിയതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പോൾ വേറൊരു രീതിയിൽ എഴുതുന്നത്. അതായത് ഇവല്യൂഷൻ ഒരു പ്രോസസ്സാണല്ലോ, അല്ലാതെ എങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് അങ്ങനെ ചേഞ്ചസ് വരത്തില്ലല്ലോ. ഇപ്പം അതൊക്കെ ഗ്രാജുവലി മാറി വരുന്നതല്ലേ. അപ്പോൾ പണ്ട് ഞാനിപ്പോൾ ഒരു 7 വയസ്സായിരുന്നപ്പോൾ എഴുതുന്നതും ഇപ്പോൾ എഴുതുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഞാൻ അന്ന് 7 വയസ്സിൽ എഴുതിയിട്ട് ഞാൻ അത് അവിടെ വെച്ച് നിർത്തിയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ എഴുതുന്ന രീതിയിലോട്ട് ആ ഒരു ഇവല്യൂഷൻ ഉണ്ടാവില്ലായിരുന്നു. സോ അറ്റ് ദ സെയിം ഓൺ വൺ ഹാൻഡ് ഐ ഡു ലൈക്ക് ലുക്കിംഗ് അറ്റ് വാട്ട് ഐ ഹവ് റിട്ടൺ ഇൻ ദ പാസ്റ്റ്. ബിക്കോസ് കാണുമ്പോഴത്തേക്കും ഓക്കെ ഇവിടെ നിന്നാണ് തുടങ്ങിയത് എന്നുള്ളൊരു ഓർമ്മയുണ്ടല്ലോ. പക്ഷേ അറ്റ് ദ സെയിം ടൈം മോസ്റ്റ് ഓഫ് ദ ടൈം ഞാനങ്ങനെ ഈ പറഞ്ഞൊരു രീതിയിൽ എനിക്കങ്ങനെ വായിച്ചിട്ട് അയ്യോ അടിപൊളിയാണ് എന്നെനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഐ ഹോപ്പ് ദാറ്റ് ആർക്കെങ്കിലും വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് അത്രയും സന്തോഷം. അപ്പോൾ നമ്മൾ ഈ ഫെമിനിസ്റ്റ് ടെക്സ്റ്റുകൾ എടുത്ത് നോക്കുമ്പോൾ സിമോൺ ഡി ബോവെ അല്ലെങ്കിൽ ഏതൊരു ഫെമിനിസ്റ്റ് ക്രിട്ടിക്ക് എടുത്ത് നോക്കിയിട്ട് അവർ പറയുന്നത് എന്താണെന്ന് നോക്കുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്നത് ഫീമെയിൽസ് ആർ ലെസ്സർ മെൻ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് മാൻ എന്നൊക്കെ ഫേമസ്ലി അരിസ്റ്റോട്ടിൽ വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആസ് എ വുമൺ ഓഫ് ദിസ് ടൈം ഓർ ആസ് എ വുമൺ ഇൻ ദ പബ്ലിഷിംഗ് ഇൻഡസ്ട്രി ഹു ഹാസ് പബ്ലിഷ്ഡ് എ കപ്പിൾ ഓഫ് ബുക്സ്, ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആളുകളോട് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ആ ഒരു പ്രൊസീജിയറിൽ അപർണക്ക് ആരുടെയും അടുത്തുനിന്ന് ജസ്റ്റ് ബിക്കോസ് യു ആർ എ വുമൺ എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് എന്തെങ്കിലും പ്രെജുഡൈസസ്, സ്റ്റീരിയോ ടൈപ്പിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിവിലേജസ്, എനി സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ജസ്റ്റ് ബിക്കോസ് യു ആർ എ വുമൺ? Okay, that's a very specific question. I really like the question. പക്ഷേ in all honesty, I don't think I've had അങ്ങനെ ഒരു എക്സ്പീരിയൻസ് because I'm a woman. That's very good actually now that I think about it. കാരണം അങ്ങനെ ജെൻഡർ കാരണം എപ്പോഴും സാധാരണ ഇഷ്യൂസ് എപ്പോഴും പ്രോപ്പപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അങ്ങനെ ജെൻഡർ കാരണം അങ്ങനെ ഒരു ഫാക്ടർ എനിക്ക് തോന്നിയിട്ടില്ല. ഐ ഹവ് ഹേർഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ സേ വിമൻ ആകുമ്പോൾ കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും എഴുതുന്നത് എന്നൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പറയാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഡയറക്റ്റ്ലി എനിക്കൊരിക്കലും അത് കാരണം ഒരു ഇഷ്യൂ വന്നിട്ടില്ല. So I really hope that is a sign that the world is progressing, things are becoming better and things are becoming better for all genders. അപർണ, എഴുത്ത് ഒരിക്കലും ഒരു എളുപ്പമുള്ള പ്രക്രിയയല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളും അതിജീവിച്ചിട്ടാണ് എഴുത്ത് എന്ന പ്രക്രിയയിൽ അപർണ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം. ഇത്തരത്തിൽ ഈ ചാലഞ്ചസൊക്കെ അതിജീവിക്കാനുള്ള, ഫേസ് ചെയ്യാനുള്ള ഈ ആത്മധൈര്യം അതെങ്ങനെയാണ് കൈവരിച്ചിട്ടുള്ളത്? അതിന് സഹായകമായ ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്നൊന്ന് പങ്കുവയ്ക്കാമോ? അങ്ങനെ ഫേസ് ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് വലിയൊരു ഫാക്ടറാണ്. എനിക്ക് എൻ്റെ വീട്ടുകാരും കൂട്ടുകാരും ടീച്ചേഴ്സായാലും എല്ലാവരുടെയും കയ്യിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് അത്ര എ ലോട്ട് ഓഫ് ദി തിങ്സ് ദാറ്റ് വെൻ വി സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്, മിക്കവാറും കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരും നന്നായിട്ട് ചെയ്തു തുടങ്ങാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ അത്ര നന്നായിട്ട് എഴുതിയില്ലെങ്കിൽ പോലും ഇല്ല, പൊട്ടൻഷ്യൽ ഉണ്ട്, ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക, എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, ആ രീതിയിൽ നമ്മളെ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും സപ്പോർട്ട് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയും ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ കിട്ടിയത് ശരിക്കും പറഞ്ഞൊരു വലിയ ഭാഗ്യമാണ്. അതില്ലാതെ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട്, കാരണം എഡിറ്റിംഗ് പ്രോസസ്സൊക്കെ തന്നെ ഭയങ്കര നല്ല സമയം പിടിക്കുന്നൊരു ഏർപ്പാടാണ്. അപ്പോൾ അപ്പോഴും ഡിസ്കറേജ് ആവാതെ ഇങ്ങനെ എപ്പോഴാണ് ബുക്ക് ഇറങ്ങുക, എപ്പോഴാണ് റെഡി ആവുക എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴും
ഡിസ്കറേജ്ഡ് ആവണ്ട, ഇത് ശരിയാകും എന്ന് പറഞ്ഞ് നിൽക്കാനായിട്ട് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ തന്നെയാണ് ശരിക്കും നമ്മുടെ ഒരു ബലമായിട്ട് വരുന്നത്. So Abarna, how do you see yourself in the next 10 years? Because I know like being a writer is a long term journey and ചിലപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ ഷോർട്ട് ടേം ഗോൾസ് ആയിരിക്കും കുറച്ചും കൂടിയും ഷെയർ ചെയ്യാൻ കൂടുതൽ ആഗ്രഹം ഉണ്ടാവുക ദാൻ ദ ലോങ് ടേം വൺസ്. സോ വാട്ട് ആർ യുവർ നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ആസ് എ റൈറ്റർ ഐ വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ റൈറ്റിംഗ്. ഐ വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ വിത്ത് ഇറ്റ് ആൻഡ് ഐ ഹോപ്പ് ഐ ക്യാൻ കീപ് റൈറ്റിംഗ്. ഐ ഹോപ്പ് ഐ കീപ് ഗെറ്റിംഗ് തിങ്സ് ടു റൈറ്റ് അബൌട്ട് ആൻഡ് അത് അങ്ങനെ തന്നെ പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ നടന്നാൽ എനിക്ക് സന്തോഷമാവും. അങ്ങനെ ആണ്. പിന്നെ അല്ലാതെ ഞാനിപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ. എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പണ്ട് മുതലേ വളരെ താല്പര്യമുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ട് ആക്കഡമിക്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതാണിപ്പോൾ തൽക്കാലം ഒരു പ്ലാൻ. ഓക്കെ, അപ്പോൾ ഇസ് ദർ എനി ബുക്ക് ഇൻ വെയിറ്റിംഗ് ദാറ്റ്സ് ഗോണ പബ്ലിഷ് വെരി സൂൺ ഓർ ഏതെങ്കിലും ഒരു വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടോ അപർണ? ഇസ് ദർ എ ബിഗ് സർപ്രൈസ് കമ്മിങ് ഫോർ അസ്? അങ്ങനെ സർപ്രൈസ് ഉണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഐ ഓൾവേസ് ഞാൻ എന്തെങ്കിലും എനിക്ക് എഴുതാൻ തോന്നുമ്പോൾ ഞാൻ അതുപോലെ അങ്ങനെ ഡ്രാഫ്റ്റായിട്ട് ഇങ്ങനെ എഴുതിയിടാറുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ. പക്ഷെ അല്ലാതെ അങ്ങനെ ഒരു ഇങ്ങനെ ഒരു ബുക്ക് ഇറങ്ങാൻ റെഡിയാണ് അങ്ങനത്തെ രീതിയിലൊന്നുമില്ല. ചെറിയ ഐഡിയാസും കാര്യങ്ങളേ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി it becomes something. Hopefully I can make it into something else. സോ അപർണ, കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ ന്യൂ ബുക്ക് റിലീസ്. അതുപോലെ തന്നെ ഭാവിയിൽ ഇനിയും ഒരുപാട് എഴുതാൻ പറ്റട്ടെ, ഇതിനേലും നല്ല കൃതികൾ പുറത്തിറങ്ങാൻ പറ്റട്ടെ, ഒന്നും കൂടി ഫേമസ് ആവട്ടെ. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇന്ത്യയും അതുപോലെ തന്നെ ഇൻ്റർനാഷണലിയും എക്ലെയിംഡ് ആവട്ടെ. അപ്പോൾ അവസാനമായിട്ട് എന്തെങ്കിലും നമ്മുടെ ശ്രോതാക്കളോട് പറയാനുണ്ടോ? അവസാനം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും പോമഗ്രനേറ്റ് സീഡ്സ് വായിച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിനെക്കുറിച്ചുള്ള കമൻറ്റ്സ് എന്നോട് പറയണം. എനിക്കറിഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷമാവും. നിങ്ങൾ വായിക്കുന്നു തന്നെയുള്ളത് എനിക്ക് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്, ഇ ബുക്കും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ ഒരു ബിഗ് താങ്ക് യു ടു റേഡിയോ CU ആൻഡ് ടു ദ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആൻഡ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും, അതായത് ക്രിസ്റ്റീനയ്ക്കും അലോകിനും ഇഷയ്ക്കും അലനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇതെനിക്ക് ചെയ്തു തന്നതിന്. Thank you, Abarna. Thank you for joining us with the Radio CU, as well as I also thank Isha Mehjabeen, Alan Kabir and Kurian Alok Jones. This is me, Christina K. Shaji, signing off. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് പുതിയ ക്യാമ്പസ് ടാലൻറ്റുകളും അതുപോലെ തന്നെ പുതിയ പുസ്തക വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഇനിയും ഞാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. Till then, this is Radio CU. ഇനി കേട്ട് അറിയാം. Thank you. See you and bye-bye. ശ്രോതാക്കൾ കേട്ടത് ക്യാമ്പസ് ടാലന്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ഫസ്റ്റ് ഇയർ MA ഇംഗ്ലീഷ് വിദ്യാർത്ഥിയായ അപർണ MS-ന്റെ വിശേഷങ്ങൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ CU. ഇനി കേട്ടറിയാം. ക്യാമ്പസ് ടാലന്റ്, യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന പരിപാടി.